ഹലോ സർ, ടഫി ആപ്പിൽ നിന്ന് ഞാൻ ഇവിടെയുണ്ട്. മുൻ വീഡിയോകളിൽ ഞങ്ങൾ ഒരു ടീച്ചർ പ്രൊഫൈൽ ചേർത്തു. ഇപ്പോൾ അധ്യാപകർക്ക് ശമ്പളം ചേർക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോയിൽ ശമ്പളം ചേർക്കുന്നതിനെക്കുറിച്ചും പണമടച്ചുള്ള ശമ്പളം കാണുന്നതിനെക്കുറിച്ചും ഞങ്ങൾ പഠിക്കും. ശരി, നമുക്ക് ശമ്പളം ചേർക്കാൻ ആരംഭിക്കാം. ഡാഷ്ബോർഡിൽ നിന്നുള്ള സ്റ്റാഫ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ലിസ്റ്റിൽ നിന്ന് ശമ്പളം ചേർക്കുക ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്റ്റാഫ് ലിസ്റ്റ് ഇവിടെ കാണിക്കും. ശമ്പളം ചേർക്കാൻ ഏതെങ്കിലും സ്റ്റാഫ് പ്രൊഫൈൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സ്റ്റാഫ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്റ്റാഫിന്റെ അടിസ്ഥാന വിവരങ്ങൾ കാണിക്കും. നിങ്ങൾ എന്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ അവസാനമായി നൽകിയ ശമ്പളവും. ശമ്പളം ചേർക്കാൻ സ്ക്രീനിന്റെ മുകളിൽ നിന്നുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരു പുതിയ സ്ക്രീൻ കാണിക്കും. പേയ്മെന്റ് തീയതി സജ്ജമാക്കുക. തുടർന്ന് ശമ്പളത്തിന്റെ ആരംഭ തീയതിയും ശമ്പളത്തിന്റെ അവസാന തീയതിയും തിരഞ്ഞെടുക്കുക. ഈ ആപ്ലിക്കേഷന് ശേഷം ലഭ്യമായാൽ സ്വപ്രേരിതമായി ഹാജരാകുന്ന തുക കാണിക്കും. നിങ്ങളുടെ പണമടച്ച തുക ചേർക്കുക. അടുത്തതായി കിഴിവ് തുക ഉണ്ടെങ്കിൽ സജ്ജമാക്കുക. അടുത്തത് പേയ്മെന്റ് രീതി ഓപ്ഷനാണ്. പണം, ചെക്ക് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് പോലുള്ള നിങ്ങളുടെ പേയ്മെന്റ് രീതികൾ അവിടെ സജ്ജമാക്കുക. അവസാന ഓപ്ഷൻ അഭിപ്രായങ്ങൾക്കാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇടുക. തുടർന്ന് സംരക്ഷിക്കുക ക്ലിക്ക് ചെയ്യുക. അതെ, ഞങ്ങൾ ആപ്ലിക്കേഷനിൽ ശമ്പളം വിജയകരമായി ചേർത്തു. അവസാനമായി നൽകിയ ശമ്പളവും നിങ്ങൾക്ക് പരിഷ്കരിക്കാനാകും. ആ ശമ്പളത്തിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ശമ്പളം എഡിറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ നിങ്ങളെ അനുവദിക്കും. ശരി, ഇപ്പോൾ പണമടച്ച മൊത്തം ശമ്പള ലിസ്റ്റ് പരിശോധിക്കാം. ഡാഷ്ബോർഡിൽ വന്ന് സ്റ്റാഫ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ശമ്പള പട്ടിക തിരഞ്ഞെടുക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ എല്ലാ ശമ്പളവും കാണിക്കും. അതിനാൽ ഇതെല്ലാം ആപ്ലിക്കേഷനിലെ ശമ്പളത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഗുഡ് ഡേ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴെല്ലാം